ചെറുപ്പം മുതലേ കേൾക്കുന്ന വിളിയല്ലേ, കുറേ സഖാക്കൾ ഇൻകുലാബ് സിന്ദാബാദ് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഉയിര് കൊടുത്ത് വിളിക്കുന്ന വിളിയാണ്. ആ വിളീനെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കോർപ്പറേറ്റ് സ്വഭാവമാക്കി മാറ്റിയാലും ആ വിളിച്ച പഴയ സഖാക്കൾ വിളിച്ച വിളി നമ്മുടെ ഉള്ളിലുണ്ട്. അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ കരച്ചിലൊക്കെ വരും. സഹദേവൻ ആ കൊടി ഉയരത്തില് പാറിക്കാളിപ്പിക്കും. സിനിമകളിലെ വയലൻസ് കൂടിയതിൻ്റെ ഭാഗമായിട്ടും അത് കണ്ടുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ തന്നെയാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. വയലൻസിൻ്റെ തീവ്രത ഇപ്പം ഇങ്ങനെ പുതിയ പുതിയ സിനിമകളിലായി വരുമ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇത്തരം ചർച്ചകൾ അത്യാവശ്യമാണ്. എല്ലാം തുറന്നങ്ങട്ട് കാണിച്ച് ഇങ്ങനെ ചെയ്യലല്ല. ഇപ്പം മാർക്കോടെ പ്രൊഡ്യൂസർ പറഞ്ഞു എന്ന് പറഞ്ഞില്ല, നല്ല കാര്യമാണ്. ഇനി എൻ്റെ സിനിമകൾ അതെന്തുകൊണ്ടാണ് അയാൾ പറഞ്ഞത് സുപ്രഭാത് അയാൾക്ക് തോന്നിയതാ? താരങ്ങളുടെ പ്രതിഫലം പ്രശ്നമാണ്. താരങ്ങളുടെ പേരിൽ നടക്കുന്ന ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ മതി, അതിന് നിർമ്മാതാവ് തയ്യാറാവോ? പറയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ റിപ്പോർട്ട് വന്നിട്ട് അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, പറയേണ്ട കാര്യമാണെങ്കിൽ പറയണം. മലൈക്കോട്ട വാലിബന്റെ രണ്ടാം ഭാഗം ഉണ്ടാവാതെ പോകുന്നതിൽ ഹരീഷ് പേരുടെ എത്രമാത്രം അസ്വസ്ഥനാണ്? രണ്ടാം ഭാഗം വേണം. ഇപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടാവില്ല എന്ന് ശിവചേട്ടൻ പറഞ്ഞാൽ ഉണ്ടാവാതിക്കൂല. ചിലപ്പോൾ ലിജോ വിചാരിച്ചാൽ ചിലപ്പോൾ ഉണ്ടാണെങ്കിൽ ഉണ്ടാവും ചെയ്യും. ലോകേഷിന്റെ സിനിമയിലേക്ക് വിളി വന്നിരുന്നു, കൂലിയിലേക്ക്. കൈദിയിലേക്ക് സെക്കൻഡിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അത് കുറെ മുന്നേ തന്നെ പറഞ്ഞു വെച്ചതാണ്. കൈദിയിലെ ഫസ്റ്റിലെ ക്യാരക്ടറിന്റെ തുടർച്ചയാണല്ലോ. സിനിമ കുറഞ്ഞ സമയത്തല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. സിനിമയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത്, ഡേറ്റിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പം അത് വളരെ ശ്രദ്ധാപൂർവ്വം എടുക്കുന്ന തീരുമാനം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്റ്റാലിൻ സാറ് കഴിഞ്ഞ തവണ പറഞ്ഞു, ഹിന്ദി എത്ര ഭാഷയെ വിഴുങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ എന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. അതായത് കണക്കുണ്ടായതുകൊണ്ടാണ്. ഇതുപോലെ നമ്മുടെ ഓരോ മേഖലകളിലുമുള്ള പ്രാദേശികത്വത്തെ ഏതോ ഒരു ദേശീയത അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. മലയാള സിനിമയിൽ നിന്ന് ലാഭമേ ഇല്ല എന്ന് പ്രൊഡ്യൂസർമാർ കൂട്ടത്തോടുകൂടി പറയുമ്പോഴാണ് ഹരീഷ് പേരടി സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. സിനിമയുടെ പേര് ദാസേട്ടൻ്റെ സൈക്കിൾ. നമസ്കാരം. നമസ്കാരം. പൊതുവിലിപ്പോൾ സിനിമയിലെ വയലൻസ് വലിയ പ്രശ്നമാണെന്നും അത് കുട്ടികളെയും സമൂഹത്തെയും മോശമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് സിനിമയിലുള്ളവർ തന്നെ പറയുന്നു. പലപ്പോഴും വയലൻ്റായ സിനിമകൾ ചെയ്തവർ ഇനി ആ സിനിമ ചെയ്യുന്നില്ല. ഇപ്പോൾ മാർക്കോയുടെ പ്രൊഡ്യൂസർ പറയുന്നത് ഇനി മുതൽ അങ്ങോട്ട് വയലൻസ് സിനിമ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആഷിഖ് കപൂർ പറയുന്നത് അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം, അതിന് ഉത്തരവാദിത്വമുണ്ട് സിനിമാക്കാരന് എന്നാണ് പറയുന്നത്. വയലൻസ് ഉള്ള സിനിമകൾ കൂടുന്നുണ്ടോ? ദാസേട്ടൻ്റെ സൈക്കിൾ ആ വിധത്തിൽ ഒരു സമാധാനമുള്ള സ്പേസ് ആയിരിക്കുമോ? ദാസേട്ടൻ സൈക്കിൾ പൂർണ്ണമായും സമാധാനമുള്ള സ്പേസാണ്. അത് പറഞ്ഞാൽ അത് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാലോ. കാരണം അത്ര എവിടെയും കാണിക്കാവുന്ന ക്ലീൻ സർട്ടിഫിക്കറ്റാണ് യു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. അത് കുടുംബത്തിൻ്റെ രാഷ്ട്രീയം പറയേണ്ട സിനിമയാണ്. വയലൻസിൻ്റെ ചർച്ചകൾ അതിഭീകരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലാത്ത സാധനമൊന്നുമല്ല ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. നിലവിൽ സിനിമകളിലെ വയലൻസ് കൂടിയതിൻ്റെ ഭാഗമായിട്ടും അത് കണ്ടുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ തന്നെയാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ സിനിമയിൽ വയലൻസ് കൂടിയെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യല്ല. അപ്പം അത് ഉത്തരവാദിത്തപ്പെട്ടവർ ആലോചിക്കണം ആ വിഷയത്തെ. അല്ലാതെ ഇതിനെ ഒറ്റയടിക്ക് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെന്താണ് ഞാനും അഭിനയിക്കുന്നുണ്ടാവും അത്തരം സിനിമകളിൽ, പക്ഷെ അഭിനയിച്ചതൊരു തെറ്റാണെന്നോ അത്ര സിനിമ നിർമ്മിച്ച് ഇനി ആലോചിക്കണം എന്നാണ് ഇത്തരം ചർച്ചകൾ നമ്മളെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പിന്നിലുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കൽ വാങ്ങലുകൾ പരസ്പരം നടക്കുന്നുണ്ട്. അതായത് ഒരു സമൂഹത്തിൽ നിന്ന് സിനിമ പലതും വാങ്ങുന്നുണ്ട്, പലതും ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഒരു സിനിമ വരുന്നത്. ഈ ഉണ്ടാക്കപ്പെടുന്ന ആ കലാരൂപം, ആ സിനിമ തിരിച്ച് വീണ്ടും സമൂഹത്തിലേക്ക് പല രീതിയിലും പലതും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ കൊടുക്കൽ വാങ്ങലുകൾ പരസ്പരം സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അത് പൂർണ്ണമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. ഏതൊരു വിഷയവും കലാകാരന് കൈകാര്യം ചെയ്യാം, ഏതൊരു വിഷയവും കൈകാര്യം ചെയ്യാം. പക്ഷെ അത് എങ്ങനെ ചിത്രീകരിക്കപ്പെടണം, എങ്ങനെ ചിത്രീകരിക്കണം എന്നൊക്കെയുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാതെ നമ്മളെല്ലാം പച്ചയ്ക്ക് അങ്ങോട്ട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മഹാന്മാരായ ആളുകൾ പറഞ്ഞത് വാക്കുകൾ തന്നെയാണത്. എം.ടി. സാറിൻ്റെയൊക്കെ വാക്കുകൾ തന്നെ പറയുകയാണെങ്കിൽ, നമ്മൾ യഥാർത്ഥ ജീവിത ചിത്രങ്ങൾ മനസ്സിൻ്റെ കണ്ണാടിയിൽ തട്ടി പ്രതിഫലിച്ചുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ പ്രതിബിംബങ്ങളാണ് സാഹിത്യം, കല എന്നൊക്കെ പറയുന്നുണ്ട് മഹാന്മാരായ ആളുകൾ പറഞ്ഞ സാർ. അപ്പോൾ അത് വെറുതെ പറയുന്നതല്ല. അതങ്ങനെ ഇപ്പോൾ ഒരു
ഒരു പ്രസ് ഫോട്ടോഗ്രാഫി പോലും ഒരു കലയായി മാറുന്നത് ആരും കാണാത്തൊരു ആംഗിളിൽ നിന്ന് എടുക്കുമ്പോഴാണ്. യെസ്. അല്ലാതെ ഒരു അത് കലയാവുന്നില്ല. അതുപോലും പ്രസ് ഫോട്ടോഗ്രാഫി പോലും കലയായി മാറുന്നത് മറ്റൊരു ആംഗിളിൽ നിന്ന്, ആരും കാണാത്തൊരു ആംഗിളിൽ നിന്ന് സൗന്ദര്യബോധത്തോടുകൂടി അത് ചെയ്യുമ്പോൾ. ചിത്രീകരിക്കപ്പെടുമ്പോൾ അതെ. അങ്ങനെയാണ് ഇത് ചിത്രീകരിക്കേണ്ടത് ഏതൊരു സാധനവും. അല്ലാതെ എല്ലാം തുറന്നങ്ങട്ട് കാണിച്ച് ഇങ്ങനെ ചെയ്യലല്ല. അതൊരു പ്രത്യേകിച്ചൊരു ഫീച്ചർ ഫിലിമിനൊന്നും ഒരിക്കലും സാധ്യതയില്ലാത്ത ഏരിയകളാണ്. ഒട്ടും ഡിപ്ലോമാറ്റിക് അല്ലാതൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിച്ചോട്ടെ. വിക്രത്തിൽ വയലൻസ് ഉണ്ട്, വിക്രത് വയലൻസ് ഉണ്ട്, കൈദിയിൽ വയലൻസ് ഉണ്ട്, വിക്രമവേദയിലും വയലൻസ് ഉണ്ട്. ആ സിനിമകളിലൊക്കെയുള്ള വയലൻസിനെ വെച്ച് നോക്കുമ്പോൾ മാർക്കോയ്ക്ക് പ്രശ്നമുള്ളതായി തോന്നുന്നു. അല്ല, മാർക്കോ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സിനിമയോ വിക്രം വേദ സിനിമയോ ഒന്നല്ല ഞാൻ പറയുന്നത്. ടോട്ടൽ ഏത് സിനിമയാണെങ്കിലും ഇതിന്റെ സൃഷ്ടാക്കൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അത് ഞാൻ അഭിനയിച്ച സിനിമയായതുകൊണ്ട് എനിക്കതൊന്നും മാറി നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ അതിനെ അനുകൂലിച്ച് സംസാരിക്കണം എന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. ഓക്കെ. അതിപ്പം നമ്മൾ മുഴുവൻ കഥ കേട്ടിട്ടോ അതെങ്ങനെ ചിത്രീകരിക്കണം എന്ന് ആലോചിച്ചിട്ടൊന്നല്ല ഒരു ആക്ടറും ഒരു സിനിമയ്ക്ക് ഡേറ്റ് ഒന്നും കൊടുക്കുന്നത്. അങ്ങനെയൊന്നല്ല. ഇപ്പം ചിലപ്പോൾ പ്രധാനപ്പെട്ട നായകനൊക്കെ മാത്രമേ അതൊക്കെ അറിയാൻ സാധ്യതയുള്ളൂ. അല്ലാത്തവരൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന അഭിനയിച്ച് തീർത്ത് പോരുന്നവരാണ്. പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇവർ ചെയ്യുന്ന എല്ലാ കാര്യത്തെയും നമുക്ക് ന്യായീകരിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഞാൻ ഈ പറഞ്ഞ ഞാൻ അഭിനയിച്ച സിനിമകളൊക്കെ വയലൻസ് ഉള്ളത് തന്നെയാണ്, വയലൻസ് ഉള്ള സിനിമകൾ തന്നെയാണ്. പക്ഷെ ആ വയലൻസിൻ്റെ തീവ്രത ഇപ്പം ഇങ്ങനെ പുതിയ പുതിയ സിനിമകളിലായി വരുമ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇത്തരം ചർച്ചകൾ അത്യാവശ്യമാണ്. ഇത്തരം ചർച്ചകളിലൂടെ മാത്രമേ അവരും ഇപ്പം മാർക്കോയുടെ പ്രൊഡ്യൂസർ പറഞ്ഞു എന്ന് പറഞ്ഞില്ല, നല്ല കാര്യമാണ്. ഇനി എൻ്റെ സിനിമകൾ അതെന്തുകൊണ്ടാണ് അയാൾ പറഞ്ഞ സുപ്രഭാതം അയാൾക്ക് തോന്നിയതാ? അല്ല, ഇവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായിട്ടാണ് അയാൾ ശരിയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ മാർക്കോ എന്നൊരു സിനിമയെ പറ്റി കുറ്റം പറയുമ്പോൾ തന്നെ അയാളുടെ തിരിച്ചറിവിനെ നമ്മൾ കൈയടി കൊടുക്കേണ്ടത്, അംഗീകരിക്കേണ്ടതാണ്. അതാണ് വേണ്ടത്. ഹരീഷ് പേരുടെ നാളെ അച്ഛൻ വലിയ സന്തോഷത്തിലായിരിക്കണം. മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു, അയാൾ UK സെറ്റിൽഡ് ആണ്, അയാൾ സിനിമയുമായൊക്കെ സഹകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ പകരം നാടകമൊക്കെ ആയി മുന്നോട്ട് പോകുന്നു, അയാളും സിനിമയായിട്ട് സഹകരിക്കുന്നു, സ്വസ്ഥമായ കുടുംബജീവിതം. പക്ഷെ എന്നാൽ ഹരീഷ് പേരുടെ തന്നെ അതേ പ്രായമുള്ള മറ്റൊരു അച്ഛൻ്റെ വേദന, ഒരുപക്ഷെ മകൻ ഇന്ന് രാസലഹരിക്ക് മുഴുവനുമായി അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവൻ അമ്മയും അച്ഛനെയും സഹോദരിയും ഒക്കെ കൊലവിളി നടത്തുന്ന രാത്രികളും പകലുകളും ഒക്കെ ആയിരിക്കും അച്ഛൻ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ വിധത്തിലുള്ളൊരു സത്യവും യാഥാർത്ഥ്യവും കൂടിയില്ലേ? അതിനെപ്പറ്റി ഹരീഷ് പേരുടെ ആലോചിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അത് വലിയ നമ്മളിപ്പോൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളിൽ കൊലപാതക പരമ്പരകളുടെ വാർത്തകൾ, ഇതൊക്കെ നമ്മൾ പെട്ടെന്നുണ്ടായതല്ലല്ലോ, കുറച്ചായിട്ട് നമ്മൾ ഇതില്ല. അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ലഹരിയുടെ അതിഭീകരമായ ഉപയോഗമുണ്ട് എന്ന് പറയുന്നത് പത്രക്കാർ മാത്രമല്ല, നിയമ സംവിധാനങ്ങളും പറയുന്നുണ്ട് അല്ലേ? പോലീസും കോടതിയും ഒക്കെ ഇതിൻ്റെ പിന്നിലുള്ള ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യം ഉണ്ട് ഇവിടെ. മയക്കുമരുന്ന്, പ്രത്യേകിച്ച് രാസലഹരി പോലെയുള്ള മയക്കുമരുന്നുകൾ അതിഭീകരമായി കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികൾ അതിന് അടിമപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിന് അതിഭീകരമായ നിയന്ത്രണം ആവശ്യമാണ്. ആ നിയന്ത്രണം ആരാണ് ചെയ്യേണ്ടത്? അത് ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അത് മൊത്തം സമൂഹത്തെ മുഴുവൻ കൂടെ നിർത്തിക്കൊണ്ട് വേണം. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞത് അംഗീകരിക്കപ്പെടേണ്ട സാധനമാണ്. എല്ലാവരുടെയും സപ്പോർട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ആ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം അദ്ദേഹത്തിന്. അങ്ങനെ തന്നെയാണ് ഇത്. കാരണം ഇതൊരു മൊത്തം സമൂഹത്തിൻ്റെയും പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഒരു സർക്കാരുകളൊക്കെ മാറി വരും. അല്ലാതെ ഒരു സർക്കാർ, പക്ഷെ ആ ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൻ്റെ കൂടെ മറ്റുള്ളവരും കൂടി അണിചേർക്കുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അങ്ങനെ തന്നെ ഇതിനൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. പ്രതിഷേധത്തിനും കൂടി വളരെ ക്രിയാത്മകമായിട്ടുള്ള കുറേ സാധ്യതകളോ അല്ലെങ്കിൽ ശ്രമങ്ങളോ ഒക്കെ കൂടി നടത്തിയിട്ടുള്ള ഒരാളായിട്ട് ഹരീഷ് ഏട്ടന് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ശാന്തകുമാരനെ അനുസ്മരിപ്പിക്കുന്ന വേദിയിൽ നിന്ന് അവിടെ നിന്ന് ചില കാരണം കൊണ്ട് തിരിച്ചു വരേണ്ടി വരുമ്പോൾ മരണപ്പെട്ട ശാന്തകുമാരൻ ഒരു കത്ത് എഴുതുകയാണ് ചെയ്യുന്നത് സാമൂഹിക മാധ്യമത്തിൽ. അല്ലെങ്കിൽ രഞ്ജിത്തിനെതിരെയുള്ള പ്രതിഷേധത്തിനകത്ത് വന്ദേ മുകുന്ദ ഹരേ എന്നുള്ള അതേ ടോണിൽ കൂകി വിളിക്കുകയാണ്. പ്രതിഷേധത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ആക്രോശത്തിൽ അത് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലും ഈ ക്രിയേറ്റിവിറ്റി കണ്ടുപിടിക്കാൻ അതെങ്ങനെ സാധിക്കുന്നു? നാടകം തന്ന ഒരു രീതിയാണ്. നാടകം എപ്പോഴും അത് തന്നെയാണ്. നാടകം നമ്മളെ ഓർമ്മപ്പെടുത്തും. നാടകം പെട്ടെന്ന് കളിക്കേണ്ടി വരും. ഒരു ദിവസം പൊക്രാനിൽ ബോംബ് പൊട്ടിയ സമയത്ത്, അന്ന് അണുബോംബ് വർഷിച്ച സമയത്ത് ഞങ്ങൾ വൈകുന്നേരം ടൗൺ ഹാളിൻ്റെ അടുത്ത് ഇങ്ങനെ ആർട്ട് ഗാലറിന് മുന്നിൽ വന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പം അന്ന് മധുമാഷ് ഉള്ള സമയമാണ്. മധുമാഷ് പറഞ്ഞു നമുക്കൊരു നാടകം കളിക്കണ്ടേ ഇതിനെതിരെ, നമുക്ക് കളിക്കാം.
അപ്പം അങ്ങനെയാണ് ഇന്ന് കളിക്കുക. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടൊരു ഒരു നാടകം ഉണ്ടാക്കും. ഏത് അണുബോംബുകൾക്കിടയിലും പാറ്റകൾ ജീവിക്കും, പാറ്റകളെ കൊല്ലാൻ പറ്റില്ല അണുബോംബുകൾക്ക് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ആ ചർച്ച പോവുകയാണ്. അങ്ങനെ ഞങ്ങളൊരു നാടകം കളിക്കുകയാണ്, ഞാൻ ശശിയും മധുമാഷും കൂടെ ചേർന്ന്. എങ്ങനെ ഒരു നല്ല പാറ്റയാകാം, അതാണ് ആ നാടകത്തിൻ്റെ പേര്. അങ്ങനെ അത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ആദ്യം കളിക്കുന്നു, പിന്നീട് അത് ടൗൺ ഹാളിന് മുന്നിൽ കളിക്കുന്നു, പിന്നെ അവിടുന്ന് അപ്പം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് അങ്ങനെ 3 സ്ഥലത്ത് അന്ന് വൈകുന്നേരം ആ നാടകം കളിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണ് കളിക്കുന്നത്? ആരെയും പണം തരുമെന്ന് വിചാരിച്ചിട്ടാണോ? ബക്കറ്റ് കുലുക്കിയിട്ടാണോ? ഒന്നുമല്ല. അത് അവിടെ പറയപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് പറയണം എന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മളതിന്ന് ആ നാടകം കളിക്കുന്നത്. അതേപോലെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാടകം തന്ന ഇതാണ് ഇത്തരം സംഭവങ്ങൾ. അപ്പോൾ അതിലൊരു കലാപരമായ ഒരു പ്രതികരണമായിരിക്കും അത് ഉണ്ടാവുക. പ്രതികരിക്കേണ്ട സമയത്ത് പുതിയ മാധ്യമങ്ങളിലൂടെ പുതിയ രീതികളിലൂടെ പ്രതികരിക്കുന്നു എന്ന് മാത്രം. സിനിമ നിർമ്മിച്ചപ്പോൾ ഒരുപാട് നാടക പ്രവർത്തകർക്ക് അവസരം കൊടുത്തു. ഇപ്പോൾ സ്വീറ്റി ബെർണാഡിനെ പോലുള്ള ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു കലാകാരിക്കും വേഷം കൊടുത്തു. ഇതൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ വിധത്തിലുള്ള ഉൾപ്പെടുത്തലുകൾ കൂടി വേണമെന്ന് ചിന്തയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് അഖിലുമായിട്ടുള്ള ഞങ്ങളുടെ ചർച്ചയിൽ തന്നെ തുടക്കം മുതൽ തന്നെ, ഇപ്പോൾ ഈ സിനിമ എന്നല്ല ഏതൊരു സിനിമയാണെങ്കിലും ഞങ്ങൾ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കാസ്റ്റിങ്ങിനെ കുറിച്ചാണെങ്കിലും അതിൻ്റെ മറ്റ് സെലക്ഷനെ കുറിച്ചാണെങ്കിലും ആ സിനിമ പോകേണ്ട റൂട്ടിനെ കുറിച്ചാണെങ്കിലും നമ്മളുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമുക്കറിയാലോ, ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ കോടികളുടെ ഭയങ്കരമായ മുതൽ മുടക്കുള്ളൊരു സാധനമല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു മുതൽ മുടക്കാണ് ഇതാണ്. മറ്റുള്ള സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ അത് ചെറിയതാണെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ബഡ്ജറ്റ് വലിയ ബഡ്ജറ്റുമാണ്. അപ്പം അതിനെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ള ഒരു ചർച്ച നടന്നതിന് ശേഷം തന്നെയാണ് ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ പിൻ പോയിന്റ് സ്കാനിങ് ചെയ്തിട്ട് തന്നെയാണ് സിനിമ. ഈ താരങ്ങളുടെ പ്രതിഫലം കൂടുന്നു, താരങ്ങളുടെ പ്രതിഫലം കാരണം സിനിമ നിർമ്മിക്കാൻ വയ്യ എന്നൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ വരുന്നൊരു പൊതു ആവശ്യം. താരങ്ങളുടെ പ്രതിഫലം പ്രശ്നമാണോ? താരങ്ങളുടെ പേരിൽ നടക്കുന്ന ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ മതി, അതിന് നിർമ്മാതാവ് തയ്യാറാവോ? അത് പറഞ്ഞാൽ മതി. താരങ്ങളുടെ പേരിൽ കിട്ടുന്ന ഒരു ബിസിനസ്സും എനിക്ക് വേണ്ട, എന്നിട്ട് നിങ്ങൾ നടനായി വരൂ എന്ന് ആ താരത്തോട് പറയുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ പ്രതിഫലം കുറച്ചൊന്ന് വരും. എൻ്റെ പേരിലെ ബിസിനസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ നടനായിട്ട് വരാം എന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ അയാളെ പ്രതിഫലം നടക്കുക. അത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. ഒരു പ്രതിഫലം എന്ന് പറയുന്നത്, താരത്തിൻ്റെ പ്രതിഫലം എന്നൊക്കെ പറയുന്നത് അയാളൊരു താരമായി മാറുന്നതിന് എന്ന് പറഞ്ഞ ചില്ലറ അധ്വാനങ്ങളുണ്ടല്ലോ. അതിന് ശേഷമാണല്ലോ അയാളൊരു ബ്രാൻഡായി മാറുമ്പോൾ കിട്ടുന്ന ഒരുപാട്. അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ താരത്തിൻ്റെ ഒരു ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പം പല താരങ്ങൾക്കും കഥ കേട്ടിട്ടല്ല ഡേറ്റ് കൊടുക്കുന്നത്. പല താരങ്ങളുടെ കാര്യം, ഞങ്ങളെപ്പോലുള്ള നടന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. താരങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു 2 കൊല്ലത്തേക്കൊക്കെ അവരുടെ ഡേറ്റൊക്കെ ബുക്ക്ഡ് ആയിട്ടുണ്ടാവും. അതായത് ഓരോ നിർമ്മാതാവ് വന്നിട്ട് അഡ്വാൻസ് കൊടുക്കുന്നതാണ്. എനിക്കൊരു ഇത്ര ദിവസം, 30 ദിവസം, 40 ദിവസം, അല്ലാതെ ഇവർ ഒരു കഥയോ ഒന്നും ഉണ്ടായില്ല. ആ നിർമ്മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് ഉണ്ട് എന്ന് അറിയുന്ന സമയത്ത് മറ്റൊരു അയാളും തിരയുന്നുണ്ടാവും, നല്ല കഥ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി തിരയുന്നതാവും, അങ്ങനെ തിരയുന്നത്. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്രയും വലിയ തുക അഡ്വാൻസ് ആയിട്ടൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ. പിന്നെ നമ്മൾ ഒരു കൂട്ടർ പ്രതിഫലം കുറയ്ക്കണം എന്നൊന്നും പറഞ്ഞു, പ്രതിഫലമൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അവരത് വാങ്ങുന്നത്. അതില്ലാത്തവർ സിനിമ ചെയ്യാലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശ്രീചേട്ടൻ പറഞ്ഞ പോലെ സോമേട്ടനും ഗായത്രിയിൽ പുതുമുഖമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുതുമുഖങ്ങൾ വെച്ച് ചെയ്യാലോ. പലപ്പോഴും ഒരു സംഘടന തലപ്പത്തിരിക്കുന്ന ആളുകളോടൊക്കെ പ്രതിഷേധം ചെയ്യുന്ന ഒരാളായിട്ട് ഹരീഷ് ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തിലകൻ സാറിൻ്റെ ആത്മാവ് ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ തമിഴിലും തെലുങ്കിലൊക്കെ സ്ഥാനമുറപ്പിച്ച് അവിടെയൊക്കെ പ്രതിഫലം പറ്റി അവിടെ ഒരു സേഫ് സ്പേസ് ഉള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ മലയാളത്തിൽ സിനിമ ചെയ്യുന്ന ഹരീഷ് പേരടിയും ആ വിധത്തിൽ തന്നെയായിരിക്കുമോ പ്രതികരിക്കുക? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. കാരണം ഇത് അതുകൊണ്ടൊന്നല്ല സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് പറയാനുള്ളത് പോലെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് ശോഭിതലനും ഷമ്മീത്തകനും പോലും അപ്പൊ പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പാണ് ഹരീഷേട്ടൻ പ്രതികരിക്കുന്നത്. ഞാൻ അവിടെയാണ് ചോദിക്കുന്നത്. അതായത് എല്ലാ കാലത്തും ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് പോവാറ്. എന്നിട്ട് അതേ സമയത്ത് വ്യക്തിപരമായിട്ടുള്ള ഒരാളോടും ഒരു പ്രശ്നം വിരോധങ്ങളോ ഒന്നുമില്ല. ഞാൻ എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിൽ തന്നെയാണ്. പക്ഷെ സംഘടനാപരമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, പറയണ്ടേ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ ഒരു റിപ്പോർട്ട് വന്നിട്ട് അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, പറയേണ്ട കാര്യമാണെങ്കിൽ പറയണം.
വിജയ് പലപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് കയറിയതിൻ്റെ ഒരു അപ്ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഹരീഷേട്ടൻ്റെ ഏതെങ്കിലും ഒരു സിനിമയും കൂടി വരുന്ന സമയത്ത് ആളുകൾ ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ് വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം, അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിജയ്ക്ക് അതിനുള്ള എല്ലാ ശേഷിയുമുണ്ട്, അവിടെ ഒരു വലിയ ഭരണമാറ്റത്തിനോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിനോ സാധ്യതയുണ്ടെന്നാണ് ഹരീഷ് പേരയുടെ അഭിപ്രായം. അത് വിജയുമായിട്ടുള്ള ദീർഘനേരം നടത്തിയ സംഭാഷണത്തിൻ്റെ ഫലമായിട്ട് നടന്നതാണോ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഹരീഷ് പേരുടെ എങ്ങനെ വിജയ് മനസ്സിലാക്കിയ വിധം കൊണ്ടാണോ, അതെങ്ങനെ സാധ്യമാകുന്നത്? സത്യപരമായിട്ട് അദ്ദേഹത്തെ ഒരു താരമായിട്ട് തന്നെയാണല്ലോ നമ്മൾ കാണുന്നത്. നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു വലിയ പ്രമുഖനായ ഒരു താരമാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികൾ, അദ്ദേഹം ആളുകളോട് ഇടപെടുന്ന രീതി എല്ലാം കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനധികം പോകുന്ന എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരുപാട് തയ്യാറെടുപ്പുകൾ കൂടി തന്നെയാണ് വരുന്നത്. അപ്പം അത് വെറുതെ ആവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘട്ടമുള്ളത്. പിന്നെ അദ്ദേഹം കൃത്യമായ നല്ല സിനിമകൾ ഇങ്ങനെ നന്നായി നിൽക്കുന്ന സമയത്ത്, സിനിമ കുറഞ്ഞ സമയത്തല്ല അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. സിനിമയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്താണ്, അദ്ദേഹം ഡേറ്റിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പം അത് വളരെ ശ്രദ്ധാപൂർവ്വം എടുക്കുന്ന തീരുമാനം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് ധൈര്യം വേണം. വിജയ് നടത്തിയതുപോലെ ഒരു തമിഴേറ്റർ മുന്നേറ്റ ഘടകം, അങ്ങനെ ഒരു പാർട്ടി TMK എന്നുള്ളൊരു പാർട്ടി വേണം എന്നാണ് പറയുന്നത്. അന്ന് വിജയ് ഈ രാഷ്ട്രീയ പ്രവേശനം അനൗൺസ് ചെയ്ത സമയത്ത് വിജയെ പോലൊരു പാർട്ടി നമുക്കും വേണം, അതായത് തമിഴകത്തെ പറ്റി സംസാരിക്കുന്ന പോലെ മലയാളിയെ പറ്റി സംസാരിക്കുന്ന, മലയാളിയുടെ രാഷ്ട്രീയത്തിലും മലയാളിയുടെ പ്രശ്നങ്ങളിലും മലയാളിയുടെ മേന്മകളിലും ഒക്കെ നിൽക്കുന്ന ഒരു പാർട്ടി നമുക്കും വേണമെന്ന് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ ഒരു പാർട്ടിയുടെ അഭാവം ഉണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാർട്ടിയുടെ അഭാവമുണ്ട്. നമ്മളെല്ലാവരും ഈ ദേശീയ തലത്തിലാണ് കളി മുഴുവൻ. ഭയങ്കര ദേശീയതേൻ്റെ ചില പ്രതിരൂപങ്ങളിൽ നിന്നിലേക്കാണ് ഇവിടെ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. പ്രാദേശികത വളരെ കുറവാണ്. സത്യത്തിൽ ഈ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രാദേശികമാകുമ്പോൾ അത് ലോകോത്തരമാവും എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മുടെ ഏത് പാർട്ടിയും ആകെ ഇവിടെ ഒരു പ്രാദേശികത, അത് പിന്നെ കുറച്ച് മതപരമായതുകൊണ്ടാണ് കേരള കോൺഗ്രസ്. അത് കുറച്ച് പ്രാദേശികമായ ഒരു പാർട്ടി അല്ല, ആകെയുള്ളൊരു പാർട്ടി അതാണ് സത്യത്തിൽ. മറ്റേതൊക്കെ ഒരു ദേശീയ വലിയ ഇതിൻ്റെ ഒരു ചെറിയ രൂപങ്ങൾ മാത്രമാണ്. പക്ഷെ അത് പോരാ. ഇത് കേരള കോൺഗ്രസ് പോലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക സ്ഥലത്തും പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിയെയും പ്രതിനിധീകരിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ. അതെ, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷെ അതിലും ഉപരിയായിട്ട് മലയാളിയുടെ ഒരു പ്രാദേശികത്വത്തെ തിരിച്ചു പിടിക്കുന്ന രീതിയിലൊരു പ്രസ്ഥാനം അത് നമുക്ക് ആവശ്യമാണ്. അപ്പോഴേ നമ്മളെ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ഇടം ഉണ്ടാവുള്ളൂ. അതായിരിക്കും കേരളത്തിൻ്റെ അങ്ങനെ വേണം. ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ എന്നുള്ള രീതിയിലല്ലേ നമ്മളിപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ സ്റ്റാലിൻ സാറ് കഴിഞ്ഞ തവണ പറഞ്ഞു, ഹിന്ദി എത്ര ഭാഷയെ വിഴുങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ എന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. അതായത് കണക്കുണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതുപോലെ നമ്മളുടെ ഓരോ മേഖലകളിലുമുള്ള പ്രാദേശികത്വത്തെ ഏതോ ഒരു ദേശീയത അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കും. അത് ഒരു സ്ഥലത്ത് ഒരു രൂപമായിരിക്കും, ഒന്ന് പേര് വേറൊന്നായിരിക്കും എന്ന് മാത്രം. അപ്പം നമ്മുടെ ഇവിടെ ഉള്ള പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഇങ്ങനെ വിഴുങ്ങിയതാണ്. ഏതോ ഒരു തരത്തിലുള്ള ഒരു വലിയ രൂപം വന്ന് വിഴുങ്ങുന്നതാണ് ഈ പ്രസ്ഥാനങ്ങൾ. എന്നിട്ട് അതാണ് നമ്മളുടെ ഇസം പോളിസി എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെയല്ലേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ വളരെ വിശദമായിട്ട് വെള്ളിയും ഇട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പോരാ. നമുക്ക് നമ്മളേതായ രാഷ്ട്രീയം പറയാനുള്ള, ചോറിൻ്റെ രാഷ്ട്രീയം പറയാനുള്ള, നെല്ലിൻ്റെ രാഷ്ട്രീയം പറയാനുള്ള, അങ്ങനെ ഓരോരോ മലയാളിയുടെ മണമുള്ള ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ പൊളിറ്റിക്സ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ദാസേട്ടൻ്റെ സൈക്കിളിൽ കുടുംബത്തിൻ്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ പ്രശ്നം അത് ഇനിയും പറയാനുള്ള വിഷയമാണ്, അത് ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട കേസാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സിനിമ ചെയ്യണം എന്ന്, പ്രത്യേകിച്ച് ഇങ്ങനൊരു കാലഘട്ടത്തിൽ, ഇങ്ങനൊരു സമയത്ത്. വിജയം പരാജയം മാത്രമല്ല, അത് നോക്കി നമുക്ക് ഇഷ്ടമുള്ളൊരു ഒരു ഒരു പ്രത്യേക പോയിന്റ് സംസാരിക്കണം എന്ന് തന്നെ തോന്നുന്നത് അതുകൊണ്ടാണ്. ഈ ദാസന്റെ സൈക്കിളിൽ ശ്രീനിവാസൻ സിനിമകളുടെ സാമ്യമുണ്ടെന്ന് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പോൾ ശ്രീനിവാസൻ സിനിമകളിൽ എവിടേക്കോ കുറച്ച് സരസമായിട്ടെങ്കിലും സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ ആ സിനിമകളിൽ അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ട്, എല്ലാ സിനിമകളിലും. ദാസന്റെ സൈക്കിളിൽ അങ്ങനത്തെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു സമചിത്തത്തെ പറ്റി അല്ലെങ്കിൽ ഒരു സമത്വത്തെ പറ്റി സംസാരിക്കുന്നുണ്ടോ? ദാസന്റെ സൈക്കിള് വളരെ കൃത്യമായിട്ട് സമകാലിക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് ഭയങ്കര പ്ലാൻഡായിട്ട് ചെയ്തതല്ല, അത് ആ സിനിമയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് അത് വന്നു പോയേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ്. അതേ സമയത്ത് ഏതൊരു വ്യക്തിക്കും വെറും സമകാലിക രാഷ്ട്രീയം അങ്ങനെ മാത്രമല്ലാതെ തന്നെ ഏതൊരു വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിലൂടെ എൻ്റേതാണ് എന്ന് തോന്നുന്ന ഒരു ആത്മകഥയായിട്ട് തന്നെ ദാസേട്ടനെ വായിക്കാവുന്നതുമാണ്. ഇത് എൻ്റേതാണ് എന്ന് തോന്നുന്നത്.
ഇയാൾ എപ്പോഴും എൻ്റേതാണെന്ന് ഒരു മനുഷ്യനത് കണ്ട് സിനിമ കണ്ട് പറയാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്നാവാൻ സാധ്യത ഈ ദാസനെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഏറ്റവും ക്ലോസായ സർക്കിളിൽ തന്നെ അയാൾ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു ദിവസം ചോദിക്കും, അത് അതിശയപ്പെടുന്നു, ഏത് നമ്മൾ ദാസനോ എന്ന് ചോദിക്കുന്ന അതിശയപ്പെടുന്ന ഒരു ദിവസം, ദാസനോ ശരിക്കും ആണ് എന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് ദാസൻ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇയാളെ പരിചയം ഉണ്ടാവുക. കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു പാർട്ടിയോട് അങ്ങനെ പ്രത്യേക ഇഷ്ടമോ പ്രതിബദ്ധതയോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇൻകുലാബാദ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ഒരുപാട് തവണ വിളിക്കുമ്പോൾ കണ്ണ് നിറയുന്ന ഹരീഷ് പെരടിയെ കണ്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ശരിക്കും ഹരീഷ് പെരടി കമ്മ്യൂണിസ്റ്റ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അത് നമ്മളൊരു ഇതാവാൻ കാര്യമില്ല. ചിലപ്പോൾ ഞാൻ നാരായണ 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 എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രായമുള്ളൊരു അമ്മ വിളിക്കുന്നത് വിചാരിക്കും. ഞാൻ ഗുരുവായൂർ പോകാറുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ പല രീതിയിലുള്ള പ്രാർത്ഥനകൾ കേട്ടു. അത് പ്രാർത്ഥനകളിൽ വളരെ പ്രായപ്പെട്ട നാരായണ നാരായണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഉള്ളു തുറന്നിങ്ങനെ എത്രയോ ദൂരത്തുള്ള നടക്കേണ്ട അടുത്തൊന്നുമല്ല, കുറേ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രായമുള്ള അമ്മമാരെ കാണുമ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നു എൻ്റെ അമ്മേനെയാണ്, മരിച്ചുപോയ എൻ്റെ അമ്മേനെയാണ് ഓർമ്മ. അപ്പോൾ ഉള്ളിലൊരു വല്ലാത്തൊരു വേദനയും ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ഇതെന്താന്നൊക്കെ ആലോചിച്ചു, അറിയാതെ കുറച്ച് പെട്ടെന്ന് കട്ടുപോകും. ഈ മക്കളില്ലേ, മക്കളോട് കൊണ്ടാക്കിയതാണോ, എവിടെയായിരിക്കും, അല്ലെങ്കിൽ അവരൊക്കെ നല്ല നിലയിലാണോ, എന്തൊക്കെയോ അങ്ങനെ കുറേ ചിത്രങ്ങൾ കടന്നു പോകും. അതുപോലെയാണ് ഇൻകുലാബ് വിളി. ചെറുപ്പം മുതലേ കേൾക്കുന്ന വിളിയല്ലേ, കുറേ സഖാക്കൾ ഇൻകുലാബ് സിന്ദാബാദ് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഉയിര് കൊടുത്ത് വിളിക്കുന്ന വിളിയാണ്. ആ വിളീനെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കോർപ്പറേറ്റ് സ്വഭാവമാക്കി മാറ്റിയാലും ആ വിളിച്ച പഴയ സഖാക്കൾ വിളിച്ച വിളി നമ്മുടെ ഉള്ളിലുണ്ട്. അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ കരച്ചിലൊക്കെ വരും. ഇപ്പോൾ 3 രാഷ്ട്രീയം എടുത്ത് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിനോടൊരു പ്രത്യേക ഇഷ്ടക്കൂടുതലുണ്ടോ? ഇഷ്ടക്കൂടുതൽ എല്ലാ ഇതിനോടും അങ്ങനെയൊന്നുമില്ല എനിക്ക്. അതായത് ഇപ്പം കോൺഗ്രസ് പ്രസ്ഥാനത്തിനോട് ഒരു ഇഷ്ടക്കുറവ് എനിക്കില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെ. കാരണം കോൺഗ്രസ് പാർട്ടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നല്ല, ഈ വട്ടപൂജ്യത്തിലെത്തിയാലും എപ്പം വേണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം. 100-ൽ 100 മാർക്ക് വാങ്ങിയൊരു ദിവസം വരും, അടുത്ത ദിവസം. അങ്ങനെയാണ് കോൺഗ്രസ്. നമ്മൾ വിചാരിക്കും കോൺഗ്രസ് ഇല്ലാതെ, കോൺഗ്രസ് ഒരിക്കലും ഇല്ലാതെയാവില്ല. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ കേഡർ പാർട്ടികൾ അങ്ങനെയല്ല. കുറഞ്ഞു പോയാൽ ചിലപ്പം അവസാനിക്കാൻ സാധ്യതയുള്ള സംഭവം. അത് ചില ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ നമ്മളെ മുന്നിലുണ്ടല്ലോ. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതിന് പൂർണ്ണമായിട്ടും പോയി എന്ന് വിചാരിച്ചാലും പെട്ടെന്ന് ഒരു വലിയ കൊടുങ്കാറ്റായിട്ട് വരാനും സാധ്യതയുള്ള ഒരു സംഭവമാണ്. അത് അതിന് മാത്രമേ പറ്റുള്ളൂ. മെട്രോ സംവിധാനത്തെ അനുവദിച്ചപ്പോഴും ചന്ദ്രയാൻ കുതിപ്പിനെ അനുവദിച്ചപ്പോഴും ഒക്കെ എന്നെ സംഖ്യയാക്കരുതേ എന്നൊരു വരി കൂടിയൊക്കെ കുറിക്കുന്നത് കണ്ടിട്ടുണ്ട്. BJP അനുമോദിച്ചാൽ ഇപ്പോൾ സംഖ്യയാവുമെന്നാണോ മനസ്സിലാക്കിയത്? അങ്ങനെയാണല്ലോ ഇവിടെ. അതായത് ഇപ്പം നമ്മൾ ഏതൊരു നമ്മളെ റോഡുകൾ കംപ്ലീറ്റ് ഇപ്പം ഇന്ത്യയിൽ മുഴുവൻ യാത്ര, കേരളത്തിൽ മാത്രമൊന്നുമല്ല യാത്ര ചെയ്യുന്നത്, ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന ഇപ്പം ഗഡ്കരി എന്ന് പറയുന്ന ആ ഒരു മന്ത്രിയെ നമ്മൾ അനുമോദിച്ചേ പറ്റൂ, അഭിനന്ദിച്ചേ പറ്റൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ട്. അയാൾ BJPക്കാരനാണെന്ന് വെച്ചിട്ട് അയാളെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ എനിക്ക്? എൻ്റെ രാജ്യത്തിൻ്റെ മന്ത്രിയല്ലേ അദ്ദേഹം. അതേപോലെ വികസനം തന്നാൽ മോദിയെ അഭിനന്ദിക്കുന്നതുകൊണ്ട് എനിക്കെന്താണ് പ്രശ്നം? ഇവള് സംഖ്യയാക്കിക്കോളി, ഒരു പ്രശ്നമില്ല. സംഖ്യ ആക്കരുതേ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ മാത്രം നിർത്തരുതേ ഈ ഘടകത്തെ എന്നാണ് എൻ്റെ ഈ പ്രസ്താവന എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പിണറായി വിജയൻ ഒരു വികസന പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്ന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? അപ്പോൾ മറ്റേ കൂട്ടർ നമ്മളെ കമ്മിയാക്കും, ഇവർ നമ്മളെ സംഖ്യയാക്കും, മറ്റൊരു കൊങ്ങിയാക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഒന്നുമില്ല. അതൊക്കെ ബോറടിച്ച് തുടങ്ങിക്കഴിഞ്ഞു ഈ സാധനം. ഇതൊരു അർത്ഥമില്ല. ഇപ്പോൾ വിളിക്കേണ്ടവർ വിളിച്ചോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഹരീഷ് പെരടി എന്നുള്ള നടൻ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയതും വലിയ പ്രതീക്ഷയോടും കൂടി സംസാരിച്ചൊരു സിനിമയാണ് മലക്കോട്ട വാലിബൻ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളൊന്നായിട്ട് എപ്പോഴും പറയാറുള്ളത് INR എന്നുള്ള കഥാപാത്രത്തെയുമാണ്. ഈ അടുത്തതിന് നിർമ്മാതാവ് പറഞ്ഞു 2ാം ഭാഗത്തെ പറ്റിയിട്ടുള്ള ആലോചനകൾ ഏറെക്കുറെ ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു, അതിന് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഉടനെ ഉണ്ടാവില്ല, ഇപ്പോൾ മനസ്സിലില്ല എന്നുള്ളത്. പലരും അതിനെ പാളിപ്പോയൊരു ശ്രമമായിട്ടും അതിനെ മനസ്സിലാക്കുന്നവരും സംസാരിക്കുന്നവരും ഉണ്ട്. എന്നാൽ കുറേ പേർക്ക് അതിനെ വളരെ പേഴ്സണൽ ഫേവറേറ്റുമാണ് ആ സിനിമ. INRക്ക് ഒരു തുടർച്ച ഉണ്ടാവാതെ പോകുന്നത്, അല്ലെങ്കിൽ മലൈക്കോട്ട വാലിബൻ്റെ 2ാം ഭാഗം ഉണ്ടാവാതെ പോകുന്നതിൽ ഹരീഷ് പെരടി എത്രമാത്രം അസ്വസ്ഥനാണ്? 2ാം ഭാഗം ഉണ്ടായാലും INR ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അതൊക്കെ അതിൻ്റെ ക്രിയേറ്റേഴ്സ് തീരുമാനിക്കേണ്ട കാര്യമാണ്. എങ്കിലും INRക്ക് ഒരു സ്പേസ് ഉണ്ടല്ലോ, അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. 2ാം ഭാഗം വേണം, അതിനൊരു പൂർണ്ണതയിലേക്ക് എത്തിപ്പെടാൻ 2ാം ഭാഗം വേണം. അത് ശിവുചേട്ടൻ അത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു
സാമ്പത്തികമായ ഒരു ഇതിലൊക്കെ ആയിരിക്കാം അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക. എങ്കിലും അദ്ദേഹം തന്നെ പറയുന്നത് സാമ്പത്തികമായിട്ട് നഷ്ടമല്ലായിരുന്നു എന്ന് അതെ അതെ പറയുന്നു. അതെ. പിന്നെ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവരാണ് ഇതിൻ്റെ അവസാനം വെളിപ്പെടുത്തുന്നത്. ഇതിന് രണ്ടാം ഭാഗം വേണോ വേണ്ടേ എന്നൊക്കെ വെളിപ്പെടുത്തേണ്ട ആളുകൾ അവരാണ്. അപ്പോൾ ലിജോ വല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകനാണ് അത് വെളിപ്പെടുത്തേണ്ടത്. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് രണ്ടാം ഭാഗം മറ്റൊരു നിർമ്മാതാവ് വന്ന് പ്രൊഡ്യൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടാവില്ല എന്ന് ശിവചേട്ടൻ പറഞ്ഞാൽ ഉണ്ടാവാൻ നിൽക്കില്ല. ചിലപ്പോൾ ലിജോ വിചാരിച്ചാൽ ചിലപ്പോൾ ഉണ്ടാണെങ്കിൽ ഉണ്ടാവും ചെയ്യും. നമുക്കിവിടെ നാടോടിക്കാറ്റ് കഴിഞ്ഞു, പട്ടണപ്രവേശം, അക്കരെ അക്കരെയൊക്കെ ഇത് മൂന്നാമത്തെ പ്രിയൻസ് പിന്നെ സത്യേട്ടൻ തന്നെ രണ്ടെണ്ണം രണ്ട് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഹൗസൊക്കെ ആയിരുന്നു. ഇങ്ങനെയൊക്കെ എത്ര നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ കഥാപാത്രങ്ങളുടെ തുടർച്ചയല്ലേ സംഭവിച്ചത്. ആദ്യത്തെ നായിക അംബിക ചേച്ചിയായിരുന്നു, അത് മാറിയിട്ട് പിന്നെ മറ്റൊരു ശോഭനായിരുന്നു, പിന്നീട് അംബിക ചേച്ചി, അങ്ങനെയൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം അത് പറയാനൊന്നും പറ്റില്ല, ചിലപ്പോൾ ഉണ്ടാവേക്കാം. ലോകേഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ്. ലോകേഷിൻ്റെ സിനിമയിലേക്ക് വിളി വന്നിരുന്നോ? കൂലിയിലേക്ക്? കൂലിയിലേക്കല്ല, കൈദിയിലേക്ക് സെക്കൻഡിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അത് കുറെ മുന്നേ തന്നെ പറഞ്ഞു വെച്ചതാണ്. കൈദിയിലെ ഫസ്റ്റിലെ ക്യാരക്ടറിന്റെ തുടർച്ചയാണല്ലോ. എന്താ നീ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല. തമിഴ് സംവിധായകർക്കും തെലുങ്ക് സംവിധായകർക്കും ആയുഷ് പാരഡി എന്താ ഇത്ര ഇഷ്ടം എന്ന് ആലോചിച്ചിട്ടുണ്ട്? അത് എന്താണെന്നറിയില്ല, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം. അതുകൊണ്ടാണല്ലോ നമ്മളവിടെ നിൽക്കുന്നത്, ഭക്ഷണം കഴിച്ച് പോകുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ തമിഴ് സിനിമ കൊണ്ടും മലയാള സിനിമ തെലുങ്ക് സിനിമകളെ കൊണ്ട് തന്നെയാണ് ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്നത്. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അവർ തന്നെ അതൊരു സമയത്ത് സംഭവിച്ചതുമാണ്. അതിൻ്റെ തുടർച്ചകൾ നിരന്തരമായിട്ട് അവിടെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മലയാളികൾ ചർച്ച ചെയ്യുന്ന വലിയ സിനിമകൾ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. ബമ്പർ പോലെയൊക്കെയുള്ള ഇവിടെ വരാത്ത സിനിമകളും ഉണ്ട്, ഇഷ്ടംപോലെ ഇവിടെ റിലീസാവാതെ അവിടെ മാത്രം റിലീസാവുന്ന ചെറിയ സിനിമകളും വലിയ സിനിമകളും ഒക്കെ ഉണ്ട്. മലയാളികൾ ചർച്ച ചെയ്യുക ഒരു വിജയ് സേതുപതിയോ ഒരു അഭിനയിക്കുന്ന നല്ല വിജയോ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതല്ലാത്ത കുറേ ആക്ടേഴ്സിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഹിന്ദിയിലുള്ള കുറേ നമ്മളെ സിനിമകൾ മുഴുവൻ ഹിന്ദിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഹിന്ദി ഓഫേഴ്സൊക്കെ വന്നു തുടങ്ങുന്നു. സംഭവിക്കുകയാണെങ്കിൽ പറയാം, തീർച്ചയായിട്ടും ഞാൻ പറയാം. ദാസേൻ്റെ സൈക്കിളിന് ശേഷവും സിനിമ വരുന്നുണ്ട്, പ്രൊഡക്ഷനിലേക്ക് ഇനിയും നോക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പം മൂന്നാമത്തെ സിനിമ, അതായത് ഐശ്വര്യതി ദാസേൻ്റെ സൈക്കിൾ, മൂന്നാമത്തെ സിനിമ ഏത് സ്വഭാവത്തിലുള്ളതായിരിക്കും? മൂന്നാമത്തെ സിനിമ എന്ന് പറഞ്ഞത് നമ്മളെ മരിച്ചുപോയ നാടകൃത്ത് എ ശാന്തകുമാർ, അതിൻ്റെ നിസ്മരണത്താണല്ലോ ഞാൻ സംഭവം ഉണ്ടായത്. ആ ശാന്തകുമാറിൻ്റെ മരണക്കിടക്കയിൽ നിന്ന് അദ്ദേഹം ക്ലൈമാക്സ് എഴുതി തന്ന സ്ക്രിപ്റ്റാണത്. മധുരക്കണക്ക് എന്നാണ് ആ സിനിമയുടെ പേര്. അതിൽ കുറച്ച് ആർട്ടിസ്റ്റുകൾ അധികമുള്ള സിനിമയാണ്. ഇന്ദ്രൻ സേട്ടനുണ്ട്, ഹരീഷ് കണാരനുണ്ട്, നമ്മുടെ സെന്തിലുണ്ട്, നിഷാസാരംഗുണ്ട്, ഒരുപാട് പുതിയ വിട്ട കുട്ടികളൊക്കെ ഉണ്ട്. എൻ്റെ മൂത്താൾ വിഷ്ണു അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു സിനിമയാണ് അത്. ഷൂട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ്. അതും അധികം താമസിയാതെ തന്നെ വരും. മലയാളത്തിൽ ദാസേൻ്റെ സൈക്കിൾ അല്ലാതെ എന്തെങ്കിലും സിനിമ സംഭവിക്കുന്നുണ്ടോ? പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം അഭിനയിക്കുന്നുണ്ട്. ഞാൻ നിലമ്പൂരിലേക്ക് പോകുന്ന ഒരു പുതിയ സിനിമയ്ക്കാണ് നാളെ പോകുന്നത്. ഒരു പുതിയ സിനിമയാണ്. പിന്നെ വേറെ സിനിമകളുണ്ട്, അതൊക്കെ ഒരു ഇതായിട്ടുള്ള സിനിമയാണ്. ഈ സ്വഭാവ നടന്മാരുടെ അഭാവമുണ്ട് ഇപ്പോൾ പൊതുവിൽ എന്ന് ചർച്ച ഉയരുന്നുണ്ട്. ഹരീഷ് ഏട്ടനെ പോലുള്ളവരിവിടെ നിലനിൽക്കുന്നുണ്ട്. ശരിക്കും സ്വഭാവ നടന്മാരുടെ ഒരു അഭാവം ഉണ്ടോ? നമുക്ക് ഒടുവിലിനെ പോലെ, നെടുമുടി വേണുവിനെ പോലെ, പപ്പുവിനെ പോലുള്ള നടന്മാരുടെ അഭാവം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അത് എല്ലാ കാലത്തും പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ടല്ലോ അങ്ങനെ. പക്ഷെ അവരൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ശരിക്കും വേണ്ട രീതിയിൽ സ്വഭാവ നടന്മാരെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആ പഴയ പേരുകളിൽ തന്നെ ഇങ്ങനെ നിർത്തുകയാണ്. അന്ന് സത്യനന്ദിക്കാടിനെ പോലെയുള്ള സംവിധായകർ, പ്രിയദർശനെ പോലുള്ള സംവിധായകർ, അങ്ങനെയൊക്കെയുള്ളവർ ധാരാളം ഉപയോഗിച്ചിരുന്നവരെ. അവരൊക്കെ മാക്സിമം അവരുടെ ലെവലുകൾ എടുക്കാൻ പറ്റിയിരുന്നു. ആ രീതിയിൽ ഇപ്പം നടക്കുന്നില്ല എന്നുള്ള സംഭവമാണ്. ഈ ഒരു സിനിമയുടെ റോളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ നടന്മാർ ചെയ്യാത്ത ഒരു മാനസിക തയ്യാറെടുപ്പ് കൂടി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഓളവും തെരുവും ചെയ്യാൻ വേണ്ടിയിട്ട് ആ സിനിമയിൽ പ്രധാന വേഷം അഭിനയിച്ച ജോസ് കല്ലറയിൽ പോയി മൗനാനുവാദം വാങ്ങിച്ചിട്ടാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ലെഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു പിടി മണ്ണെടുത്ത് തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ശരിക്കും എന്തെങ്കിലും ഗുണകരമായി നടക്കുന്നുണ്ടോ? അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോ അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? ചോദ്യങ്ങൾ വന്നിട്ടില്ല ശരിക്കും. അതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം. എനിക്ക് വിഷ്ണുവിൻ്റെ അടുത്തൊക്കെ വരാനുള്ള ഇഷ്ടം അതാണ്. ഞാനെനിക്ക് വിഷ്ണുവിനെയൊക്കെ കാണുമ്പോൾ സന്തോഷം. ഒക്കെ ചോദിക്കുന്നത് വിഷ്ണു അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ അങ്ങനെ ചോദിക്കുന്നവർ. അങ്ങനെ ചോദിക്കുമ്പോഴാണ് ചോദിക്കണം. അങ്ങനെ തയ്യാറെടുക്കേണ്ടതൊക്കെ ഉണ്ടോ? അതായത് ഇപ്പം എൻ്റെ അറിവിൽ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ പുസ്തകം വായിക്കുക, ശരീരഭാരം കൂട്ടുക, കുറയ്ക്കുക,
അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തയ്യാറെടുപ്പുകളെ പറ്റി ആളുകൾ പറയണ കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനത്തെ, അതായത് അഭിനയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഭൗതികമായ വ്യായാമം മാത്രമല്ല. നിങ്ങൾ തടി കൂട്ടലും കുറയ്ക്കലും അതൊക്കെ വേണം, ഇല്ല എന്നല്ല പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് ആത്മീയമായൊരു വ്യായാമമുണ്ട്. ആ ആത്മീയമായ വ്യായാമങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. അതിലേക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ട്, റൂട്ടുകളുണ്ട്. ആ കഥാപാത്രം പിന്നെ നമ്മൾ തിരിച്ചറിയാൻ ഒരുപാട് പണികളുണ്ട്. ടെക്സ്റ്റിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകണം. നാടക ഭാഷയിൽ പറയുകയാണെങ്കിൽ കാട് കയറുക എന്നാണ് പറയുക. കാട് കയറുമ്പം മാത്രമേ എന്തെങ്കിലും ചുള്ളിക്കൊമ്പുകൾ നമുക്ക് കിട്ടുള്ളൂ. അത് വെച്ചിട്ട് വേണം ഇവിടെ വന്ന് തീക്കൂട്ടാൻ. എന്നിട്ട് വേണം അത് കത്തിച്ച് എന്തോ നോക്കാൻ. അങ്ങനെയാണ് സാധനം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഈ കിട്ടുന്ന സ്ക്രിപ്റ്റിൽ എല്ലാം ഉണ്ട് എന്ന് വിചാരിക്കുന്ന സാധനം പൊട്ടത്തരമാണ്. സ്ക്രിപ്റ്റിൻ്റെ വരികൾക്കിടയിലും പിന്നാമ്പുറങ്ങളിലൊക്കെ നിരവധി സാധനങ്ങളുണ്ടാവും. അത് ഈ സ്ക്രിപ്റ്റിൽ തന്നെ എവിടെയോ ഒരു സ്ഥലത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കണ്ടെത്തണം ആദ്യം. അത് കണ്ടെത്തുമ്പോൾ മാത്രമേ അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള റൂട്ട് തുറന്നു കിട്ടുള്ളൂ. ആ വഴി കാടിൽ ഇങ്ങനെ മാറ്റി മാറ്റി ചുള്ളിക്കൊമ്പുകൾ തേടി പോകാനുള്ള വഴി തുറന്നു കിട്ടുള്ളൂ. അങ്ങനെ തേടി പോകണോ? അത് അത്ര ആത്മീയമായ വ്യായാമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പം ജോസ് പ്രകാശ് സാറിനെ പോലെ ഒരു മനുഷ്യനെ നമ്മൾ പോയി നിൽക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ഒരു വല്ലാത്തൊരു തരം ഞാനും ആ മനുഷ്യനും തമ്മിൽ നടക്കുന്ന വല്ലാത്തൊരു ബന്ധമുണ്ട്. അദ്ദേഹം നേരിട്ട് എൻ്റെ മുന്നിൽ കിടക്കുകയല്ലല്ലോ, അദ്ദേഹം ഞാൻ ചെയ്യാൻ പോണത് അറിയുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ആ രീതിയിലല്ല. ആ ലോജിക്കൽ വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല. ഇത് വേറെ തരം പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത്. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രത്തിന് വേണ്ടി, ആ കഥാപാത്രമായിട്ട് മാറാനുള്ള ഒരു നോട്ടമാണത്. ഒരു മനസ്സ് മുഴുവൻ സമർപ്പിച്ചുള്ള ആ ഭൂമിക്ക്, ആ കലറയിലേക്കുള്ള ഒരു നോട്ടമാണത്. അത് മതി, അതാണ് വേണ്ടത്. ഒട്ടും പ്രിപ്പയർ ചെയ്യാത്ത മോഹൻലാലും ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്ന ഹരീഷ് പെരടിയും, ആ കോമ്പിനേഷൻ എങ്ങനെ വർക്കാവും? അത് ഞാൻ ലാലേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് പഠിക്കുക, മറക്കുക, ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് പുള്ളിയുടെ. ഞാൻ മനസ്സിലാക്കി അദ്ദേഹം അപ്പോഴും അദ്ദേഹത്തെ മുന്നിൽ ഇരുത്തിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സമ്മതിച്ചിട്ടുണ്ടത്. പക്ഷെ അത് മുഴുവനായി സമ്മതിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ആ രീതിയിലാണ്. പിന്നെ ഒരുപാട് വേറെ വേറെ രീതികളല്ലേ, ഓരോരോ രീതികളല്ലേ. ഏതാണ് ശരി തെറ്റെന്നൊന്നുമില്ല, എല്ലാം ഈ ഓരോരോ വഴികളാണ്. ഇപ്പം ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പല വഴികളും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച ട്രാഫിക് ഏറ്റവും അധികം ഉണ്ടാകുന്ന സമയത്ത് ഗൂഗിൾ മറ്റൊരു വഴി പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ആ വഴിയിലൂടെ പുതുതായിട്ട് പോകുന്ന ഒരു ഇയാൾ പറയും, അയ്യോ ഇതിൽ പോകാൻ പറ്റില്ല കേട്ടോ, ഇതിൽ നമ്മളെ കാറ് പോകില്ല കേട്ടോ, നമ്മളെ കാറ് വലിയ കാറല്ലേ, എങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവല്ല, ഈ വഴി ഒരു പഴയ വഴിയാണ്, ഇത് കുറച്ചൊരു വഴിയാണ്. പക്ഷെ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റും. മറ്റേ വഴി പിന്നെ ഉണ്ടാക്കിയൊരു വഴിയാണ്. അവിടെ പോയാലും ഇവിടെ എത്താം, രണ്ട് വഴികളിലൂടെ എത്താം. ഏത് വഴി തിരിക്കണം എന്നൊക്കെയുള്ള നിങ്ങളെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. ഇപ്പോൾ എനിക്കൊന്ന് ലാലേട്ടൻ എന്നുള്ള നടന് ഹരീഷ് പെരടി എന്നുള്ള നടനെ കൂടി വലിയ വിശ്വാസമുണ്ട്. കാരണം അല്ലെങ്കിൽ അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന ഒരു ഫൈറ്റിൽ അത്രയും വിശ്വാസത്തോട് കൂടിയിട്ട് ആ സ്പോട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഹരീഷ് ഏട്ടനെ ഉൾപ്പെടുത്തുക? അദ്ദേഹത്തിന് ആ ഒരു രീതിയിലുള്ള വിശ്വാസം കൂടി വേണ്ടേ? അങ്ങനെ ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു വിശ്വാസം പിടിച്ചു പറ്റാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു അഷുറൻസ് ഉണ്ട് ഹരീഷ് പെരടിയിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരു അഭിനേതാവ് അദ്ദേഹം നേരിട്ട് ഇങ്ങനെ ഹരീഷിൻ്റെ ആൾ അങ്ങനെ പറഞ്ഞു പ്രകടിപ്പിച്ചില്ല. പക്ഷെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. മലയക്കോട്ടെ വാലിബന്റെ സമയത്ത് കൃത്യമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, അല്ല ഇങ്ങനെയാണെന്ന്. അങ്ങനെ അദ്ദേഹം ലാലേട്ടൻ അധികാരെ പറ്റി പറയുക. പക്ഷെ അതിലപ്പുറം അദ്ദേഹത്തിൻ്റെ അഭിനേതാവും എൻ്റെ അഭിനേതാവും തമ്മിലുള്ള നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് നമുക്ക് മറ്റൊരാളോട് കിട്ടും, ഒരു അഭിനേതാവിനോട് കിട്ടും. അത് എവിടെ വെച്ചാൽ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു പ്രത്യേക മൂമെൻറ്റിൽ നമ്മൾ ഒന്നിച്ച്, പ്രത്യേകിച്ച് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അഭിനയം എന്ന് പറയുന്നൊരു ഭാഷയാണല്ലോ. ആ ഭാഷയ്ക്ക് ഗ്രാമർ ഉണ്ടല്ലോ. ആ ഗ്രാമർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്ക് മറ്റേയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഗ്രാമർ ഇല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. സാധാരണ ഭാഷകൾ തന്നെ അല്ല, അയാൾക്ക് അത് ആ ഭാഷ അറിയില്ല എന്നാണ് നമ്മൾ പറയാം. അങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വേർഡ്സ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ചില സാധനങ്ങൾ. അപ്പോൾ അയാൾ പറഞ്ഞ ഇതാണെന്ന് മനസ്സിലാക്കിയെടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അയാൾക്ക് കുറച്ചുകൂടി ഗ്രാമർ അറിയുന്ന ഒരാളാണ് എന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. ആ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആൾക്കേ അത് അറിയാൻ പറ്റുള്ളൂ, പുറത്തുനിന്ന് കേൾക്കുന്ന ആൾക്കത് മനസ്സിലാവില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് ലാലേട്ടനും ഞാനും തമ്മിൽ മാത്രമല്ല, അഭിനയം എന്ന ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് അത് മറ്റൊരാളെ പുതുമുഖമാണെങ്കിൽ പോലും തിരിച്ചറിയാൻ പറ്റും. അത് ചെയ്തോളും എന്ന് പറയാൻ പറ്റും. ഈ ഇപ്പോൾ പലരും ശ്രീ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുമ്പോഴും അദ്ദേഹത്തിനേക്കാൾ പ്രായം കുറഞ്ഞവർ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരു പൊതു സ്വഭാവം, എവിടെയൊക്കെയോ അദ്ദേഹത്തിന് ഒരു ബഹുമാനത്തോടുള്ള സ്നേഹം
സ്ക്രീനിലേക്കും അത് പകരുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റിയൽ ലൈഫിലല്ല ഞാൻ പറയുന്നത്, ആ സീൻ നടക്കുമ്പോഴും അവിടെ ആ ഒരു രീതിയിലുള്ളൊരു ബഹുമാനം ചിലപ്പോൾ അത് കഥാപാത്രം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ പോലും ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ആ അഭിനേതാക്കൾക്ക് അറിഞ്ഞോ അറിയാതെ സബ് കോൺഷ്യസ്ലി നടക്കുന്നതാണ്. എന്നാൽ വർഷത്തിൽ ഹരീഷ് പേരടിയിൽ അതൊരു തരിമ്പ് പോലുമില്ല. മുഴുവൻ സമയവും ചേട്ടനാണ്. അതത്ര എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലോ. കാരണം സത്യൻ മാഷ് കഴിഞ്ഞു, ജയൻ വന്നു, അതിനുശേഷം ആരാധിക്കുന്ന ഒരാളും കൂടിയാണ്, അയാളുടെയും കൂടി ചേട്ടനായിട്ടാണ് എത്തുന്നത്. ഈ ആരാധന ബ്രേക്ക് ചെയ്യാൻ അന്ന് എളുപ്പമായിരുന്നു. അത് നമ്മൾ നാടകം പഠിച്ചിട്ട് വരുന്നതാണല്ലോ. അതായത് നേരത്തെ പറഞ്ഞ ഭാഷ പഠിച്ചിട്ട് വരുന്നതാണല്ലോ. ആ സമയത്ത് അത് പ്രശ്നം വരില്ല. പഠിച്ചിട്ട് വരുന്നവർക്ക് അത് പ്രോബ്ലം വരില്ല. കാരണം നമ്മൾ ആരാധനയൊക്കെ ഉണ്ടായിരുന്നൊക്കെ സത്യം തന്നെ. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ക്യാരക്ടർ മാത്രമാണ്, ആ കഥാപാത്രം മാത്രമാണ് സംസാരിക്കുക. അയാളുടെ ബോഡി ലാംഗ്വേജ് അയാളാണ് സംസാരിക്കുക. അവിടെ പിന്നെ മമ്മൂട്ടിയും മോഹൻലാലും സത്യനൊന്നുമില്ല, ഹരീഷൊന്നുമില്ല. അവിടെ 2 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഏട്ടനും അനുജനും, ഒരു ഏട്ടനും ഒരു അനുജനും തമ്മിൽ. അപ്പോൾ അനുജൻ്റെ പ്രത്യേകമായ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് ഏട്ടൻ എങ്ങനെ പ്രതികരിക്കും, എന്താണ് അനുജന് വളരെ താങ്ങും തണലുമായി നിന്നൊരു ഏട്ടൻ, അത് മാത്രമേ ഉള്ളൂ. ആ ഏട്ടനെ മാത്രമേ മനസ്സിൽ വെക്കാറുള്ളൂ. അത് കഴിഞ്ഞ് കട്ട് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അത് മമ്മൂക്കയാണ്, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട മമ്മൂക്ക തന്നെയാണ്. അദ്ദേഹത്തോട് ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ പെരുമാറുള്ളൂ. അതിലൊന്നും മാറ്റമില്ല. പണ്ടത്തെ മമ്മൂട്ടി ആരാധകർ ഇന്നത്തെ മമ്മൂട്ടിയുടെ തിരഞ്ഞെടുപ്പുകളെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? അദ്ദേഹം ഇപ്പോൾ കുറച്ചുകൂടി നല്ല നല്ല തിരഞ്ഞെടുപ്പുകളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സ്വന്തമായിട്ട് ഉള്ള സിനിമകൾ. എനിക്ക് തോന്നുന്നു ചില വാർത്തയ്ക്ക് കാലത്ത് ചില ആളുകളുണ്ടാവില്ലേ, റിട്ടയർമെൻറ്റിന് ശേഷം ടൂർ പോകുക എന്നൊക്കെ പറയില്ലേ, യാത്ര ഞാൻ ആസ്വദിക്കുന്നൊക്കെ പറയും. അതേപോലെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇപ്പോൾ മൂപ്പര് അഭിനയത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് അങ്ങോട്ട് ആഘോഷിച്ച് തിമർക്കുക തോന്നുന്നുണ്ട്. അതിൽ എന്നെ കൂടെ കൂട്ടിയെന്നില്ല ഇപ്പോൾ അടുത്ത കാലത്തൊന്നായിട്ട്. അതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ കൂടെ കൂട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആ യാത്രയിൽ പങ്കെടുപ്പിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സംവിധാനം ആ സ്വപ്നം ഇപ്പോൾ പൂവണിയും? സംവിധാനം പെട്ടെന്നില്ല. അത് തമിഴിലായിരിക്കും അതോ മലയാളത്തിലായിരിക്കും? അത് അറിയില്ല. സംവിധാനം പെട്ടെന്നില്ല. പക്ഷെ അതിൻ്റെ മുന്നേ വേറെ കുറച്ച് പണികൾ മാതാവ് അല്ലാത്ത ആയ പോലെ തന്നെ വേറെ കുറച്ച് പരിപാടികളിലേക്ക് കിടക്കും. അത് അടുത്ത വർഷത്തിൽ, ഈ വർഷം അടുത്ത വർഷം. ഈ പടത്തിൻ്റെ ആദ്യ പോസ്റ്റർ ഷെയർ ചെയ്തത് MA ബേബിയാണ്. അതിന് അദ്ദേഹം വിശദീകരണം കൊടുക്കേണ്ട വന്നു പാർട്ടിക്ക്. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിരുന്നു? അത് ബേബിയായിട്ട് മാത്രമല്ല, സതീഷ് ചേട്ടൻ ചെയ്തു, പ്രതിപക്ഷ നേതാവ് ചെയ്തു, സുരേന്ദ്രൻ ചെയ്തു, രമ ചെയ്തു, അങ്ങനെ കുറേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പാർട്ടി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകളെ കൊണ്ടാണ് ഞാനിത് ചെയ്യിപ്പിച്ചത്. വേണ്ടിയെന്നില്ല എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ബേബിയേട്ടനോടുള്ള ഇതുകൊണ്ട് റെസ്പെക്ട് കൊണ്ട് വേണ്ടിയെന്നില്ല തോന്നുന്നുണ്ട്. അദ്ദേഹത്തെ പോലത്തെ ഒരു മനുഷ്യനെ നമ്മൾ അങ്ങനെ ആക്കിയല്ലോ, അത് ഞാൻ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. അല്ലാത്ത വിഷമം എനിക്കില്ല. കാരണം ഇവർ ഹിറ്റാക്കി തന്നല്ലോ. ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നു. ഇതിൻ്റെ പ്രൊമോഷന് വരുമ്പോൾ അതല്ലേ ദാസേട്ടൻ്റെ സൈക്കിളല്ലേ ചോദിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അത് ഒരു ഹിറ്റാക്കി തന്നല്ലോ, അതുകൊണ്ട് അവരോട് നന്ദിയുണ്ട്. ഒരു വിധത്തിലും ഒരു സൈഡിലേക്കൊരു അലൈൻ ചെയ്യാതെ പോകുന്ന ഈ ഒരു രാഷ്ട്രീയ സ്വഭാവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ, അത് മുന്നോട്ട് ഇതുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഒരു വിധത്തിലുള്ള പുകഴ്ത്തലിനും വിധേയനാവാത്ത സ്വന്തമായിട്ടൊരു വഴിവെട്ടി തെളിക്കുക. എനിക്ക് ഹരീഷേട്ടനോട് ഏറ്റവും അധികം ബഹുമാനമുള്ളൊരു ഏരിയ. ഇപ്പം ഞാനൊക്കെ നാടകത്തെ പറ്റി ചെറുപ്പത്തിൽ 8ലോ 9ലോ പഠിക്കുമ്പോൾ ഇങ്ങനെ അറിയുന്നുണ്ട്. ഇതിന് കോഴിക്കോട് കുറച്ച് ആളുകളുണ്ട്, അവർ പുണ്യകളുടെ റേഡിയോ 100 വേദിയൊക്കെ പിന്നിട്ടിരിക്കുന്നു, ഡൽഹിയിൽ പോയി കളിക്കുന്നു. അവർക്ക് സ്വന്തമായി കാറുണ്ട്, അവരുടെ മക്കൾ പഠിക്കുന്നു, അവരുടെ മക്കൾ സാധാരണ നമ്മൾ കാണുന്ന നാടകക്കാരെ അങ്ങനെയല്ല ജീവിച്ചിരുന്നത്. അവിടെയാണ് സ്ഥിര വരുമാനത്തോടുകൂടി ജീവിക്കുന്ന നാടകക്കാരെ കാണുന്നത്. ഹരീഷ് മാത്രമല്ല, ഹരീഷേട്ടൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിലെ തുടക്കക്കാരൻ ഹരീഷേട്ടനായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ ഓർമ്മകളാണ്. അപ്പോൾ അത് മനസ്സിലെ ഈ ഒരു പ്രതിഷേധ സ്വഭാവം, അല്ലെങ്കിൽ കലാകാരൻ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും കൂടിയുള്ളതാണെന്നുള്ള ബോധ്യം അത് തുടർന്നും ഉണ്ടാവട്ടെ. ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഒരുപാട് ഭാവങ്ങൾ. ഒരുപാട് സന്തോഷം. മാർച്ച് 14 ദാസേട്ടൻ്റെ സൈക്കിളിൽ വരിക, കാറ്റുണ്ടോ നോക്കുക, കയറുക, പെഡലിൽ ചെരുപ്പഴിച്ചിട്ട് തൊടുക, ബെല്ലടിക്കുക, കയറി ചവിട്ടുക, തിയേറ്ററിലേക്ക് വരിക. തിയേറ്ററിൽ മാർച്ച് 14 സൈക്കിൾ പാർക്ക് ചെയ്യും. ദാസേട്ടൻ്റെ സൈക്കിൾ ആളുകൾ ഏറ്റെടുക്കട്ടെ, സിനിമ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞ ശ്രീനിവാസൻ ഫ്ലേവർ ആളുകൾക്ക് കിട്ടട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.